നമസ്കാരം. മലയാളി വാർത്ത ആനുകാലികത്തിലേക്ക് സ്വാഗതം. പാലക്കാട് ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ വലിയ ആഘോഷം തുടങ്ങിയിട്ടുണ്ട്. പടക്കം പൊട്ടിക്കലും അതുപോലെ തന്നെ മധുരമൊക്കെ വിതരണം ചെയ്യുകയും റോഡിൽ കൂടെ പോകുന്നവരെയൊക്കെ പിടിച്ചു നിർത്തിയാണ് മധുരപലഹാരങ്ങളൊക്കെ കൊടുക്കുന്നത്. രാഹുൽ വീണതിൽ വലിയൊരു ആഘോഷം ഒരു ഭാഗത്ത് കൃത്യമായി നടക്കുന്നുണ്ട്. ഇനി രാഹുലിന് ഉയർന്നു വരാൻ കഴിയുമോ? ഈ മധുരം വിതരണമൊക്കെ സാധാരണ നടക്കുന്നത് ഈ ഏതെങ്കിലും സ്ത്രീകൾ ഗർഭിണിയായി കഴിയുമ്പോൾ ആ വീട്ടിലേക്ക് ചിലർ കടന്നു ചെല്ലുമല്ലോ, ബന്ധു വീട്ടിൽ നിന്ന്, അവരുടെ വീട്ടിൽ നിന്നൊക്കെ മധുര പലഹാരങ്ങളും എന്ന് പറഞ്ഞ പോലെ പാലക്കാട് മധുരം വിതരണം ചെയ്യട്ടെ, അവർ വെടിക്കെട്ട് നടത്തി ആഘോഷിക്കട്ടെ, അതൊക്കെ CPM ചേർന്ന പരിപാടികളാണ്. മറുവശത്ത് ഇപ്പോഴും കോടതിയിൽ കേസ് നിലനിൽക്കുന്ന ചില CPM MLA അവരുടെ ഇടയിലുണ്ട്. അവർ നിയമസഭയിൽ പോയി ഇരിക്കുന്നു. അവരിതേ AKG സെൻറ്ററിൽ വലിയ സാറന്മാരായി വിലസുന്നു. ഇവർക്കൊപ്പം തോളിൽ കൈയിട്ട് നടക്കുന്നു. അതൊക്കെ അവർ തന്നെ ചിന്തിക്കട്ടെ. രാഹുൽ മാങ്കൂട്ടത്തിൽ അയാൾ അർഹിക്കുന്ന വിധി ഇപ്പോൾ കോടതിയിൽ നിന്ന് തളർന്നു വീണ് ഏറെക്കുറെ തീർന്ന അവസ്ഥയിലാണ്. അതാണ് അതിൻ്റെ ഒരു ചിത്രം. രാഹുൽ മാങ്കൂട്ടത്തിലിനെ സംബന്ധിച്ച് ഈ വിധി അയാൾ ഇതെങ്ങനെ നേരിടും, അതേക്കുറിച്ചാണ് നമ്മൾ ഏറ്റവും ശക്തമായി ചിന്തിക്കേണ്ടത്. ഒന്ന്, അയാളുടെ ഒരു ബിൽറ്റപ്പ്. അയാൾ ഇപ്പോഴും വളരെ ചെറുപ്പത്തിൽ തന്നെ വലിയ ഉന്നത സ്ഥാനങ്ങളിലെത്തി, വലിയ രാഷ്ട്രീയ നേതാവ് എന്ന ഒരു പേര് ചാർത്തിയെടുത്തു. കോൺഗ്രസിലെ തലം മുതിർന്ന ഒട്ടനവധി നേതാക്കൾ വിലസി നിന്ന കാലത്താണ് ഈ ഷാഫി പറമ്പിൽ, രാഹുൽ മാങ്കൂട്ടം തുടങ്ങി റോജി M. ജോൺ, VT ബൽറാം, അങ്ങനെ ഒരുപടി നേതാക്കൾ പെട്ടെന്ന് വളരെ ശക്തരായി രംഗപ്രവേശം ചെയ്തു. പിന്നീട് ഈ ടീം പഴയ കോൺഗ്രസ് നേതാക്കളെ വകഞ്ഞു മാറ്റി കോൺഗ്രസിൻ്റെ ഒരു ഇടം നേടിയെടുത്തു. അവർ മുഖ്യമായി അതിനെ ആശ്രയിച്ചത് സമൂഹ മാധ്യമങ്ങളെയാണ്. റീൽസുകൾ, വീഡിയോകൾ, പ്രതികരണങ്ങൾ, ആർജവത്തോടെയുള്ള പ്രതിരോധങ്ങൾ, സമരങ്ങൾ. അപ്പോൾ ഒരു യുവതലമുറയുടെ ഒരു ആവേശം, അതിലേക്ക് ആകൃഷ്ടരായി ഒരു യുവതലമുറ ഇവർക്കൊപ്പം നിന്നു. സാധാരണ CPM ഒരു പോളിസിയുണ്ട്. ഇപ്പോഴും SFI അതൊരു വിപ്ലവം തുടിക്കുന്ന ചോരച്ചാലുകൾ നീന്തിക്കയറിയ ഒരു പാർട്ടിയുടെ പോഷക സംഘടനയാണ്. ആ വിപ്ലവം പേറുന്ന, കൈപ്പന്തങ്ങൾ പേറുന്ന ആ ഒരു ചുറുചുറുക്കുള്ള ചോരയുടെ ഒരു തിളക്ക കാലമുണ്ട്. അപ്പോൾ കൗമാരകാലത്തിൽ, പിന്നീട് കോളേജ് ജീവിത കാലഘട്ടത്തിലൊക്കെ SFIയിലേക്ക് ആകൃഷ്ടരാകുന്നൊരു വലിയ യുവത്വം കേരളത്തിനുണ്ടായിരുന്നു. അതിന് ബദൽ മുദ്രാവാക്യങ്ങളും ഉയർത്തിയ ഒരു കാലഘട്ടത്തിലേക്ക് വളർന്നു വന്ന നേതാക്കളുടെ ഒരു പ്രതീകങ്ങളായിരുന്നു ഇവരൊക്കെ. അവർ ഒരു തലമുറയെ കോൺഗ്രസ് പ്രസ്ഥാനത്തിലേക്ക് അടുപ്പിച്ചു. അവർ ചോദ്യങ്ങൾ ചോദിക്കുന്നവരായിരുന്നു. സമൂഹ മാധ്യമങ്ങളിലെത്തി ഉച്ചത്തിൽ തങ്ങളുടെ അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നവരാണ്. ഭരണകൂടത്തിനെതിരെ ആർജവത്തോടെ ചോദ്യങ്ങൾ ചോദിക്കുന്നവരാണ്. ഭരണകൂട വീഴ്ചകളും അഴിമതിയും കൊടിയ പാതകങ്ങളുമൊക്കെ അവർ പച്ചയ്ക്ക് എക്സ്പോസ് ചെയ്യുന്നതിൽ വിജയിച്ചു. അതിൻ്റെ പ്രതീകമായി വളർന്ന ഏറ്റവും ശക്തനായ നേതാവ് ഇന്ന് ഏറ്റവും നികൃഷ്ടമായ തലത്തിൽ പരിഹാസ്യനായി വീണുടഞ്ഞു കിടക്കുന്ന കാഴ്ചയാണ്. ഈ പതനം രാഹുലിന് അത്ര പെട്ടെന്ന് താങ്ങാൻ കഴിയില്ല. കാരണം അയാളുടെ ഒരു ബിൽറ്റപ്പ് അങ്ങനെയാണ്. നമുക്കറിയാം, ഇതൊരു ആളുകൾ വിശേഷിപ്പിക്കുന്നതൊക്കെ അനുസരിച്ചുള്ള ഒരു സ്വഭാവ പ്രകൃതി രാഹുൽ മാങ്കൂട്ടത്തിനുണ്ടെങ്കിൽ നമുക്ക് പറയാം, വേണമെങ്കിൽ ഒരു നാസിസ്റ്റ് സ്വഭാവമുള്ള ഒരു വ്യക്തി എന്നൊക്കെ. അതിന് പല അർത്ഥതലങ്ങളുണ്ട്, ഒരുപാട് അർത്ഥതലങ്ങളുണ്ട്. പക്ഷേ രാഹുൽ ഒരു വലിയ അധികാരഭ്രാന്തനാണ് എന്ന് വ്യക്തം. അയാൾ തൻ്റെ അധികാരം ആസ്വദിക്കാറുണ്ട്. ആ അധികാരത്തിൻ്റെ ഹുങ്കിൽ സ്ത്രീവേട്ട നടത്തിയെന്ന ആരോപണമാണ് നിൽക്കുന്നത്. ഇത്തരം അധികാരദ്വരയുള്ളവർ, ഇത്തരം വാസന കൂടുതൽ തങ്ങളുടെ ചോരയിൽ പേറുന്നവർ ഒരു വീഴ്ച അംഗീകരിക്കാൻ തയ്യാറാവില്ല. ഇയാളെ ഒരു ക്രിമിനൽ എന്ന് നമുക്കിപ്പോൾ ചിത്രീകരിക്കുക വയ്യ. കാരണം ഒരു ക്രിമിനൽ എന്ന നിലയിലേക്ക് രാഹുൽ ചിത്രീകരിക്കപ്പെടുകയാണെങ്കിൽ ഇയാൾ ഒട്ടനവധി ക്രിമിനൽ പ്രവർത്തനങ്ങൾ ഇതിനകം തന്നെ ചെയ്തു കൂട്ടിയാണ്. അതൊക്കെ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നിയമ സംവിധാനങ്ങളുടെ ഒരു പടിയിലേക്ക് കടന്നു വന്നേനെ. ഇവിടെ നമ്മൾ കേൾക്കുന്നത് പെൺവേട്ടയുടെ കഥകൾ മാത്രമാണ്. അത് ഒരു കൂട്ടം സ്ത്രീകൾ ഇപ്പോൾ രാഹുലിനെതിരെ ചൂണ്ടുവിരലുയർത്തുന്നു. തങ്ങളോടൊക്കെ ഈ രാഹുൽ മോശമായി പെരുമാറി, തങ്ങളെയൊക്കെ ഡൽഹിയിലേക്ക് വിളിപ്പിച്ചു, ഒറ്റയ്ക്ക് ചില ഹോട്ടലുകളിലേക്ക് വിളിപ്പിച്ചു. രാത്രികാലങ്ങളിൽ ഇയാൾ ഉറങ്ങാതെ ഇരുന്ന് ടൈപ്പ് ചെയ്യുക, മെസ്സേജ് അയക്കുകയാണ് ഇയാളുടെ ശീലം. ഇങ്ങനെയൊക്കെ സ്ത്രീകൾ തന്നെയാണ് വിളിച്ചു പറയുന്നത്. എന്തുകൊണ്ടാണ് രാഹുലിനെതിരെ ഒരു സുപ്രഭാതത്തിൽ ഈ സ്ത്രീകളുടെ ഒരു കൂട്ടം ഇങ്ങനെ പൊട്ടിപ്പുറപ്പെട്ട് പുറത്തേക്ക് വന്നത് എന്ന് നമുക്കിപ്പോൾ ഒരു അത്ഭുതത്തോടെ കാണാനേ കഴിയൂ. കാരണം ഇയാൾ പൊതുമണ്ഡലത്തിൽ നിറഞ്ഞു നിൽക്കാൻ തുടങ്ങിയിട്ട് കുറേ കാലമായി. ഇപ്പോൾ തന്നെ അയാൾക്ക് 10-35 വയസ്സായി. ഒരു 20ാമത്തെ വയസ്സ് മുതൽ അയാൾ സജീവമായി ഉണ്ടായിരുന്നു. കഴിഞ്ഞ 10-14 വർഷം ഇയാൾ ചെയ്തു കൂട്ടിയതൊക്കെ കൊടിയ പെൺവേട്ടകളാണെങ്കിൽ എന്തുകൊണ്ട് ആ കാലഘട്ടങ്ങളിലൊന്നും ഈ സ്ത്രീകൾ പ്രതികരിച്ചില്ല? എല്ലാവരും കൂട്ടത്തോടെ ഒരു സുപ്രഭാതത്തിൽ പൊട്ടിപ്പുറപ്പെട്ട് പുറത്തേക്ക് വന്നതാണ്. അതിൽ തന്നെ അസ്വാഭാവികതയുണ്ട്. പക്ഷേ ഇയാളെ സംബന്ധിച്ച് ഇയാൾ ഒരു പെൺവേട്ടയിലേക്ക് കടന്നു വന്നത് വളരെ ഒരു ലേറ്റർ സ്റ്റേജിലാണെങ്കിൽ
ഈ പെൺവേട്ട തൻ്റെ അധികാരം അല്ലെങ്കിൽ സ്ഥാനം ഉപയോഗിച്ച് അവരെ ഭയപ്പെടുത്തി നേടാൻ കഴിയുന്നതാണ് എന്ന് മനസ്സിലാക്കിയെങ്കിൽ ഒരുപക്ഷെ അതിൻ്റെ എണ്ണം കൂടിക്കാണും, വ്യാപ്തി കൂടിക്കാണും. അതിലേക്ക് നമുക്ക് വരാം. പക്ഷേ ഇത്തരമൊരു ഘട്ടത്തിൽ നമ്മൾ സ്വാഭാവികമായിട്ടും ഇയാൾ ഇനി എന്ത് നടപടികളിലേക്ക് കടക്കും? രാഹുലിൻ്റെ ഒരു പ്രകൃതം അനുസരിച്ച് കഴിഞ്ഞ 8 ദിവസമായിട്ട് ഇയാൾ പിടികൊടുത്തിട്ടില്ല. ഇയാൾ കീഴടങ്ങും എന്ന് പറയുന്നതൊക്കെ ചില അഭ്യൂഹങ്ങൾ മാത്രമാണ്. മറിച്ച് ഇയാളുടെ ചില സുഹൃത്തുക്കളുമായി, ഇപ്പോൾ ആ സുഹൃത്തുക്കൾ പോലും ഇയാൾ തള്ളി പറയുന്ന കാഴ്ച എനിക്ക് ഞാൻ അവരുമായിട്ടൊക്കെ സംസാരിച്ചു. അപ്പോൾ അവരെന്നോട് പറയുന്നത് ഇയാൾ ആത്മഹത്യ ചെയ്യാനുള്ള സാധ്യതയുണ്ടെന്നാണ്. കാരണം ഇത്തരമൊരു പതനം ഇയാളുടെ ജീവിതത്തിൽ സ്വപ്നം കണ്ടിട്ടുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഈ ഘട്ടത്തിൽ അയാൾക്ക് പിടിച്ചു നിൽക്കുക എളുപ്പമല്ല എന്നാണ് അയാളുടെ സുഹൃത്തുക്കൾ പറയുന്നത്. പക്ഷേ ആ സുഹൃത്തുക്കൾ ഇപ്പോഴും അയാളെ ചേർത്ത് പിടിക്കുന്നുണ്ട്. ഇവൻ്റെ സ്വഭാവത്തിൽ ചെറിയ പ്രശ്നങ്ങളൊക്കെ കാണും, അത് ചെറുപ്പക്കാർക്കൊക്കെ ഉള്ളതല്ലേ, അല്ലാതെ അയാൾ അത്ര വലിയ ക്രൂരനൊന്നുമല്ല എന്നൊക്കെ ചിലർ ന്യായീകരിക്കുന്നുണ്ട്. പക്ഷെ സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോഴും ഇയാൾക്ക് പിന്തുണയുണ്ട്. ഈ രാഹുൽ മാങ്കൂട്ടത്തിലിനെ അയാൾ ഇതുവരെ പിടിച്ചു നിന്നത് സമൂഹ മാധ്യമങ്ങളിൽ അയാൾക്ക് കിട്ടിയ പിന്തുണയിലാണ്. അയാളെ പിന്തുണയ്ക്കുന്ന ഒരു ചെറിയ വിഭാഗമല്ല സമൂഹ മാധ്യമങ്ങളിലുള്ളത്. ഞാൻ ആദ്യം എന്താണ് നമ്മുടെ ഈ കോൺഗ്രസ് പ്രസ്ഥാനത്തിലും ഒരു യുവതിയുടെ ഇടയിലും സംഭവിച്ചത് എന്ന് ചൂണ്ടിക്കാട്ടിയത് അയാൾക്കിപ്പോൾ കിട്ടുന്ന പിന്തുണയുടെ ഒരു ബേസ് സംസാരിക്കാൻ വേണ്ടിയാണ്. പക്ഷെ അവിടെ നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന യുവതികൾ, സ്ത്രീകളൊക്കെ അയാളെ ഇപ്പോഴും പിന്തുണയ്ക്കുന്നു. ഇവരൊക്കെ ചോദിക്കുന്ന ചോദ്യം ഇതാണ്, ഈ സ്ത്രീകളൊക്കെ അങ്ങോട്ട് ചെന്നതല്ലേ എന്ന്. പക്ഷെ പല സ്ത്രീകളും പറയുന്നു തങ്ങളെ സമീപിച്ചുവെന്ന്. ഇപ്പോൾ നമുക്കറിയാം, ബംഗളൂരു സ്വദേശിയായ യുവതി, അവർ രാഹുൽ മാങ്കൂട്ടത്തിലിനെയാണ് ബന്ധപ്പെട്ടത്. ഈ പരാതി ഉന്നയിച്ചു എന്ന് പറയുന്ന രണ്ടാമത്തെ പരാതിക്കാരി. ആദ്യത്തെ യുവതി, അവരും രാഹുൽ മാങ്കൂട്ടത്തിലിനെയാണ് ബന്ധപ്പെട്ടത്. നമുക്ക് വ്യത്യസ്തമായി കാണുന്നത് എം എ ഷഹനാസ് എന്ന് പറയുന്ന ഇന്നലെ KPCCയുടെ ഒരു ഭാരവാഹി. പക്ഷെ അവർ തന്നൊരു ഇരയല്ല, പ്രതിരോധിതയാണ് എന്ന്. ഞാൻ അങ്ങനെ ഒരു വാക്ക് കേട്ടിട്ടില്ല. എന്ന് പറഞ്ഞാൽ അവനെ പ്രതിരോധിച്ചവളാണ് താൻ എന്ന് പറയുന്നു. പക്ഷെ പ്രതിരോധിച്ചു എന്നത് ഒരു കരുത്തോടെ പറയുന്ന സ്ത്രീയെ നമുക്ക് അംഗീകരിക്കാം. തൻ്റെ അടുക്കൽ മോശമായിട്ട് പെരുമാറാൻ വന്നപ്പോൾ താൻ അതിനെ പ്രതിരോധിച്ചു. എന്താണ് മോശം? ഡൽഹിയിലേക്ക് ഒരുമിച്ച് നമുക്ക് പോകാം എന്ന് ക്ഷണിച്ചു അത്രേ. ഇത്തരം ഡൽഹി ക്ഷണം പലരും പറയുന്നുണ്ട്. ഒരു നടി ഇന്ന് രാഹുലിൻ്റെ വീഴ്ചയിൽ നമ്മൾ വളരെ ആഹ്ലാദത്തോടെ മാധ്യമങ്ങൾക്ക് മുൻപിൽ പ്രതികരിക്കുന്നത് കണ്ടു. ആ നടിയുടെ അടുക്കലും ഇയാൾ മറ്റൊരു ചിന്തയോടെ സംസാരിച്ചു എന്നാണ് നടി പറയുന്നത്. പക്ഷേ ഭൂരിപക്ഷം കേസുകളിലും ഈ സ്ത്രീകൾ, യുവതികൾ രാഹുലിലേക്ക് അടുക്കുകയാണ്. അപ്പോൾ അതിന് നമുക്ക് 1-2 കാരണങ്ങൾ കാണാൻ കഴിയും. ഒന്ന്, ഇയാളൊരു വിവാഹിതനല്ല. 2, രാഹുലിനൊരു പ്രത്യേക ആകർഷക മുഖമൊക്കെയുണ്ട്. ഒരു കാലത്ത് ശശി തരൂരിനെ പിന്നാലെ സ്ത്രീകൾ ചെല്ലുന്നത് പോലെ. പക്ഷേ ശശി തരൂർ കുറച്ചുകൂടി ബുദ്ധിമാനായിരുന്നു. ഈ അപകടമുള്ള കേസൊന്നും പിടിക്കില്ല, വളരെ സൂക്ഷ്മതയോടെ അയാൾ കാര്യങ്ങൾ നീക്കുകയുള്ളൂ. പക്ഷേ ഒരാൾക്കൂട്ടത്തിൽ ശശി തരൂർ നിൽക്കുമ്പോൾ അയാളുടെ കണ്ണ് എങ്ങോട്ടേക്കാണ് പോകുന്നതെന്ന് നമുക്ക് എളുപ്പം കണ്ടുപിടിക്കാൻ പറ്റും. ഞാൻ പലപ്പോഴും ആളുകളൊക്കെ കൂടി നിൽക്കുന്ന 1-2 അവസരങ്ങളിൽ അയാളെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ കണ്ണ് പോകുന്ന പോക്ക് നമ്മെ അത്ഭുതപ്പെടുത്തി കളയും. അപ്പോൾ അത് ചിലരുടെ രക്തത്തിലുള്ളതാണ്. അതുപോലെ തന്നെ രാഹുലിൻ്റെ കാര്യത്തിൽ ഈ കണ്ണിൻ്റെ ചലനങ്ങൾ ഇയാളുടെ ഒപ്പമുള്ളവരെ സുഹൃത്തുക്കളൊക്കെ പറയാറുണ്ട്. അപ്പോൾ അയാളിലേക്ക് ചെല്ലുന്ന സ്ത്രീകളെ അയാൾക്ക് എന്തും ചെയ്യാമെന്നാണ്. അതല്ല, ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ പല സ്ത്രീകളും അയാളെ സമീപിക്കും. പക്ഷേ തിരുവനന്തപുരത്ത് നിന്ന് എന്തിനാണ് ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ അടൂരുകാരനായ ഒരു കോൺഗ്രസ് നേതാവിലേക്ക് ഈ രാഹുൽ മാങ്കൂട്ടം തന്നെ വിശേഷിപ്പിക്കുന്നത് പോലെ ഒരു BJP-കാരൻ്റെ ഭാര്യ കടന്നു ചെല്ലുന്നത്? അയാൾക്ക് BJP നേതാക്കളെ, തൻ്റെ കുടുംബത്തിലൊരു പ്രശ്നമുണ്ടായ BJP നേതാക്കളെ സമീപിക്കാം. അല്ലെങ്കിൽ ഇവിടെ ഇപ്പോൾ കേരളം ഭരിക്കുന്ന ഇടതുപക്ഷ നേതാക്കളുണ്ട്. മുഖ്യമന്ത്രി സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടിയും സ്ത്രീ പീഡകർക്കെതിരെയും ഒരു പ്രഖ്യാപിത റോളായി കേരളത്തിൽ നിൽക്കുന്ന ഒരു ഭരണകൂട മോഡലാണ്. അദ്ദേഹത്തെ സമീപിക്കുക. ഇവരെ ഒന്നും സമീപിക്കാതെ ഇയാളെ സമീപിക്കുന്നു. അപ്പോൾ ഇയാളിലേക്ക് ചെല്ലുന്ന സ്ത്രീകളെ ഇയാൾ തൻ്റെ ഇംഗിതത്തിന് ഉപയോഗിച്ചു എന്ന് വേണം നമ്മൾ ഇവിടെ മനസ്സിലാക്കാൻ. അല്ലെങ്കിൽ തനിക്ക് ഏതെങ്കിലും തലത്തിൽ സ്വാധീനിക്കാൻ കഴിയുന്ന യുവതികളെ, പെൺകുട്ടികളെ ഇയാൾ തൻ്റെ ലൈംഗിക ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ചു എന്ന് വേണം നമ്മൾ അനുമാനിക്കാൻ. ഇപ്പോഴത്തെ കോടതി വിധിയുടെ പശ്ചാത്തലത്തിലും ഇയാൾക്കെതിരെ ഉയർന്നു വന്ന ആരോപണങ്ങളിലുമൊക്കെ നമ്മൾ അത്തരമൊരു അനുമാനത്തിലെത്തണം. പക്ഷേ രാഹുലിനെ സംബന്ധിച്ച് അയാൾ പെട്ടെന്ന് ഒരു ഉദിച്ചുയർന്ന താരമായി കുതിച്ച് കേരളത്തിലെ രാഷ്ട്രീയ മണ്ഡലത്തിലേക്ക് ഇരച്ചു കയറി ഒരു യൂത്ത് കോൺഗ്രസ് പ്രസ്ഥാനത്തിൻ്റെ അമരക്കാരനായി, അതിനുശേഷം പാലക്കാട് ഒരു സ്ഥാനാർത്ഥിയായി എത്തി അവിടെ തിളങ്ങുന്ന വിജയം കൈവരിച്ച് പാലക്കാട് നമുക്കിപ്പോഴും അറിയാം. തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്ന ദിവസമൊക്കെ പാലക്കാട് അക്ഷരാർത്ഥത്തിൽ ജനസമുദ്രമായിരുന്നു. ആ ജനസമുദ്രത്തിൽ
ഷാഫി പറമ്പിലിൻ്റെ തോളിൽ ആ ഒരു സമുദ്രത്തിന് മുകളിലൂടെ ഒരു അലയൊലി പോലെ ഇയാൾ ഒഴുകിപ്പോകുന്നൊരു കാഴ്ചയുണ്ട്. അയാളുടെ ഒരു മനസ്സിനെ പേറുന്നത് ആ ചിത്രങ്ങളായിരിക്കും. അപ്പോൾ അത്തരം ഏറ്റവും ഉയർന്ന തലത്തിൽ ജനഹൃദയങ്ങളിൽ ജനങ്ങളുടെ ആ സമുദ്ര താരാട്ടിൽ ഇതുവരെ ജീവിച്ചു വന്ന താൻ ഒരു പെടുമാരണ കുഴിയിലേക്ക് വീഴുന്നു. ആളുകളൊക്കെ തൻ്റെ മുഖത്തേക്ക് കാർക്കിച്ച് തുപ്പുന്നു. അവർ കല്ലുപെറുക്കി എറിയുന്നു. കോടതി പോലും തന്നെ വലിച്ചെറിയുന്നു. പോലീസ്, ഭരണ സംവിധാനങ്ങൾ അതൊക്കെ ഏറ്റവും ശക്തമായ നിലപാടുകളിലേക്ക് കടക്കുന്നു. ഇവിടെ അയാളുടെ മുന്നിൽ തുറച്ചു നോക്കുന്ന ചില കണ്ണുകളുണ്ട്. എടോ വിജയ എന്ന് വിളിച്ച് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ വെല്ലുവിളിച്ച ഒരു ചെറുപ്പക്കാരൻ, അതേ വിജയൻ എന്ന ഭരണകൂടം, ആ ഭരണകൂടത്തിന് മുന്നിൽ ഇന്ന് ഒന്നുമല്ലാതെ തകർന്ന് തരിപ്പണമായി വീണുടയുമ്പോൾ അയാളുടെ ഒരു മാനസികാവസ്ഥ. ഇവിടെ നമ്മൾ തിരയേണ്ടത് ഇയാളുടെ അമ്മയുടെ മാനസികാവസ്ഥയാണ്. ഒരു മകൻ, അവനെ അപ്പനില്ലാതെ വളർത്തി, അവൻ ജീവിതത്തിൽ വിജയിച്ച് കയറുന്നത് കണ്ടവർ ഒരുപാട് സന്തോഷിച്ചു. ഒടുവിൽ പാലക്കാട് MLA ആയി തിരികെ വന്നപ്പോൾ അന്ന് അമ്മയെ ചേർത്ത് പിടിക്കുന്ന ഒരു ഫോട്ടോ, ആ ഫോട്ടോ ഒരുപാട് കഥ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഒരു മാതൃത്വത്തിൻ്റെ കഥ മാത്രമല്ല, ഒറ്റപ്പെടലിൻ്റെ ഒരു കഥ കൂടിയുണ്ട് അതിൽ. ഒറ്റപ്പെട്ടിട്ടും തൻ്റെ മകനെ ചേർത്ത് പിടിച്ച് അവനെ ഇന്നീ നിലയിൽ കേരളത്തിലെ അംഗീകരിക്കപ്പെടുന്ന ഒരു നേതാവാക്കി മാറ്റിയതിൻ്റെ ഒരു കൃതാർത്ഥതയുണ്ട് ആ മുഖത്ത്. ആ അമ്മയുടെ മുഖത്ത് ഈ മകൻ എങ്ങനെ നോക്കും? അമ്മയുടെ മാത്രമല്ല, അനേകം അമ്മമാരുടെ മുഖങ്ങളിലേക്ക് എങ്ങനെ നോക്കും? ഇയാൾ ചില അമ്മമാരുടെ അടുക്കൽ ചെന്നിട്ട് അവരുടെ മുന്നിലിരിക്കുന്ന പാത്രത്തിൽ നിന്ന് കപ്പപ്പൂളുകൾ വാരി വായിലേക്കിടുന്ന ദൃശ്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതെല്ലാം അഭിനയമായിരുന്നു എന്ന് നമുക്ക് ധരിക്കുകയും വയ്യ. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇനി എന്ത് സംഭവിക്കും? ഇവിടെ നമ്മൾ ഈ ചിത്രങ്ങൾക്ക് മുന്നിൽ വെച്ച് വേണം ഇത്തരം വിലയിരുത്തലുകളിലേക്ക് കടക്കാൻ. അതുകൊണ്ടാണ് ഇയാളുടെ സുഹൃത്തുക്കൾ നമുക്ക് തരുന്ന മുന്നറിയിപ്പുകളെ നമുക്ക് അവഗണിക്കാൻ കഴിയില്ല എന്ന് ഉറപ്പിച്ചു പറയേണ്ടത്. ഇയാൾ ആത്മഹത്യ ചെയ്യുമോ? താൻ പോലീസിൻ്റെ പിടിയിലകപ്പെട്ട് ജയിലറയ്ക്കുള്ളിൽ കിടന്ന് തന്നെ സഹതടവുകാർ ആക്ഷേപിക്കുന്നതിലേക്ക് രാഷ്ട്രീയ വൈരികൾ തൻ്റെ മുഖത്ത് കാർക്കിച്ച് തുപ്പുന്നതിന് മുൻപ് ജീവിതം ഒടുക്കിയാലോ എന്ന ചിന്ത പക്ഷേ അയാളെ ബാധിച്ചേക്കാം. അയാൾക്ക് ഇനിയും ഒരു പ്രതീക്ഷ കൂടി ബാക്കിയുള്ളത് ഹൈക്കോടതിയാണ്. ഹൈക്കോടതിയിലെത്തുന്ന മുൻകൂർ ജാമ്യാപേക്ഷയിൽ തനിക്ക് അനുകൂല വിധി ഉണ്ടാകും എന്നൊരു പക്ഷേ അയാളുടെ അഭിഭാഷകരൊക്കെ പറഞ്ഞിട്ടുണ്ടാകും. പക്ഷെ അവിടം വരെ എത്തണം. ഒരു സ്റ്റേറ്റ്, ഒരു പോലീസ് സംവിധാനമാണ് അയാൾക്ക് ചുറ്റും ഇപ്പോൾ ഇരച്ചാർക്കുന്നത്. ഏത് നിമിഷം വേണമെങ്കിലും അവർ തൂക്കിയെടുക്കാം. അവർ തൂക്കിയെടുത്ത് കൊണ്ടുവരുമ്പോൾ ഇവനെ ക്രൂശിക്കുക എന്ന് പറഞ്ഞ് ആക്രോശിക്കുന്നത് ആരാണ്? ഒരു കാലത്ത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വലിയ സ്റ്റാറായി, വലിയ സ്റ്റാർഡം നൽകി ചാനൽ മുറികളിലേക്ക് ഇയാൾ കടന്നു വരുമ്പോൾ അവിടെയുള്ള അവതാരകരും മറ്റ് മാധ്യമപ്രവർത്തകരുമൊക്കെ ആരാധനയോടെ രാഹുൽജി എന്ന് വിളിച്ച് ഓടിച്ചെന്ന് അയാൾക്ക് ഷെയ്ക്ക് ഹാൻഡ് കൊടുത്ത് അയാളെ ചേർത്ത് പിടിച്ചിരുന്ന അതേ ചാനലുകളും മാധ്യമങ്ങളും ഇന്ന് അയാളെ ഏറ്റവും നികൃഷ്ടമായ വാക്കുകളിലാണ് പരിഹസിക്കുന്നത്. അതും അയാൾക്ക് താങ്ങാൻ കഴിയില്ല. അയാൾക്ക് എല്ലാം നഷ്ടപ്പെട്ടു. ഇവിടെ അവശേഷിക്കുന്ന ചില തുരുത്തെന്ന് പറയുന്ന സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോഴും ഞങ്ങൾ രാഹുലിനൊപ്പമുണ്ട് എന്ന ഒരു പ്രഖ്യാപനം മാത്രമാണ്. അത് അയാളെ താങ്ങി നിർത്തുന്നതിന് വലിയ പരിമിതിയുണ്ട്. ആ പരിമിതി കൂടി, അവശേഷിക്കുന്ന കച്ചിത്തുരുമ്പ് കൂടി അറ്റുപോയാൽ അയാൾ തീർച്ചയായിട്ടും ജീവിതം ഒടുക്കും എന്ന് തന്നെയാണ് എൻ്റെ ഭയം. ഇവിടെയാണ് നമ്മൾ രാഹുലിനെ എത്രയും പെട്ടെന്ന് അറസ്റ്റ് ചെയ്യട്ടെ എന്ന് ആഗ്രഹിച്ചു പോകുന്നത്. അയാളെ എത്രയും പെട്ടെന്ന് അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ച് അയാൾക്ക് സുരക്ഷയൊരുക്കി അയാൾ സ്വയം മരിക്കാതെ, അയാളെ കൊല്ലപ്പെടാതെ കാത്തു സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്വം സമൂഹത്തിനുണ്ട്. അതിനി ഒരു കുറ്റവാളിയായാൽ പോലും. ഏതൊരു കുറ്റവാളിക്കും പരിവർത്തനത്തിനുള്ള ഒരു സമയവും സന്ദർഭവും കൊടുക്കണം. കാരണം ഇയാളിൽ അന്തർലീനമായിരിക്കുന്ന വലിയൊരു നേതൃവാസനയുണ്ട്. ഇയാളിൽ അന്തർലീനമായിരിക്കുന്ന വലിയൊരു കപ്പാസിറ്റി ഉണ്ട്. അത് ഒരു കാലത്ത് ചിലരെങ്കിലും കോൺഗ്രസിനെ രക്ഷപ്പെടുത്തും എന്ന് പ്രതീക്ഷിച്ചതാണ്. അവരാണ് ഇന്ന് കോൺഗ്രസിൻ്റെ ഓരം ചേർന്ന് നിന്നുകൊണ്ട് ഇപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിലിനെ പിന്തുണയ്ക്കുന്നത്. മറുവശത്ത് കോൺഗ്രസ് എന്ന പ്രസ്ഥാനം ഇപ്പോൾ രാഹുലിനെ വലിച്ചെറിഞ്ഞിരിക്കുകയാണ്. എല്ലാം നഷ്ടപ്പെട്ടു രാഹുലിന്. താനിന്ന് പ്രതിദാനം ചെയ്യുന്ന പ്രസ്ഥാനത്തിൻ്റെ ഒരു വക്താവല്ല. താനിന്ന് പ്രതിദാനം ചെയ്യുന്ന ഒരു സമൂഹത്തിൻ്റെ ഒരു ജനപ്രതിനിധിയല്ല. ജനപ്രതിനിധി ടെക്നിക്കലായിട്ടാണ്, പക്ഷേ അങ്ങനെ ആ പേര് പറഞ്ഞ് അഡ്രസ്സ് പറഞ്ഞ് ഇനി അങ്ങോട്ടേക്ക് കടന്നു ചെന്നാൽ അവർ തന്നെ ചെരുപ്പൂരി അടിക്കും. എല്ലാ നിയമങ്ങളും തനിക്കെതിരാണ്. എല്ലാ വിരലുകളും ചൂണ്ടുന്നത് തനിക്ക് നേരെയാണ്. ഇനിയും പരാതിക്കൂട്ടങ്ങൾ വന്നേക്കാം. കോൺഗ്രസിൽ ഒരു കാലത്ത് ഇയാളെ ചേർത്ത് പിടിച്ച വനിതാ നേതാക്കളൊക്കെ ഇയാൾ ആവാസനാണെന്ന് പച്ചയ്ക്ക് വിളിച്ചു പറയുന്നു. അപ്പോൾ ഏറ്റവും വലിയ പ്രതിസന്ധിയിലാണ് രാഹുൽ മാങ്കൂട്ടം എന്ന ഈ കഥാപാത്രം. അയാൾ സ്വയം കുഴിച്ച കുഴിയിലേക്ക് പതിച്ചിരിക്കുകയാണ്.
ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെ ഒരു ആത്മഹത്യയുടെ ഒരു നീക്കം അയാളിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിന് ചിലപ്പോൾ പിന്നീട് വരുന്ന ഒരു സമയത്ത് ഇതിന്റെ കേസിന്റെ എല്ലാ നൂലിഴകളും പരിശോധിച്ച് കീറിമുറിച്ച് പരിശോധിക്കുമ്പോൾ അയാളുടെ ഭാഗത്തും എന്തെങ്കിലും ഒരു ശരി ഉണ്ടാകും എന്ന് തോന്നുന്ന ഒരു കാലത്ത് അയാൾ ഇല്ലാതെ പോയി കഴിഞ്ഞാൽ ഈ സമൂഹം മുഴുവൻ അതിന് മറുപടി പറയേണ്ടി വരും. അതൊരു വശമാണ്. എത്രയും പെട്ടെന്ന് അയാളെ അറസ്റ്റ് ചെയ്യുക തന്നെ വേണം. പക്ഷെ അതിനപ്പുറത്തേക്ക് ഒരു നേതാവിൽ അധികാര ഭ്രമം ഉണ്ടാകുന്നത് അത് ഈ സമൂഹത്തിന് തന്നെ ഒരു ആപത്തല്ലേ? മുഖ്യമന്ത്രി പിണറായി വിജയൻ 2ാം തവണ അധികാരത്തിൽ വരുമ്പോഴത്തേക്ക് നമ്മൾ കണ്ടതാണ് അടപടലം മാറുന്ന മുഖ്യമന്ത്രിയെ. അതായത് അധികാരം എന്ന ഒരു ഭ്രമം പിണറായി വിജയനിലുണ്ട്. അതാണ് ഏകാധിപത്യത്തിന്റെ കാരണം എന്ന് ഇവിടെ എത്രയോ നേതാക്കൾ തലങ്ങും വിലങ്ങും ഓരോ ദിവസവും പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അധികാരം ഒരു ഭ്രമമായി കൊണ്ട് നടക്കുന്നത് ഒരു ആപത്ത് തന്നെയല്ലേ? അധികാരഭ്രമമാകുന്നിടത്ത് മാത്രമല്ല പ്രശ്നം. അധികാരഭ്രമം എല്ലാ മനുഷ്യരിലും അന്തർലീനമായിട്ടുണ്ട്. എല്ലാ മനുഷ്യരിലും മീൻസ് എല്ലാ രാഷ്ട്രീയ നേതാക്കളിലും അല്ലെങ്കിൽ അധികാര സ്ഥാനം ആഗ്രഹിക്കുന്ന എല്ലാവരിലും ഒരു അധികാരഭ്രമമുണ്ട്. അതിന് ഏറ്റക്കുറച്ചിലുകളുണ്ട്. പക്ഷേ അധികാരം എന്ന് പറയുന്ന ഒരു ദണ്ഡ് ഉപയോഗിച്ച്, ഒരു ആയുധം ഉപയോഗിച്ച് തൻ്റെ കുറ്റവാസനകൾക്ക് മറയാക്കുന്നിടത്താണ് അപകടം. ഇപ്പോൾ ഇയാൾ ഒരു ലൈംഗിക വൈകൃതക്കാരനാണ് എന്ന തലത്തിൽ കോൺഗ്രസ് നേതാക്കൾ പോലും ഇപ്പോൾ പരസ്യമായി പ്രതികരിക്കുന്നു. ഇവിടെ അടിസ്ഥാനപരമായ ഒരു ചോദ്യം നിലനിൽക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടം പീഡിപ്പിച്ചതിൻ്റെ യഥാർത്ഥ കുറ്റപത്രങ്ങൾ തങ്ങൾ ഇതിനു മുൻപ് തന്നെ പാർട്ടി നേതൃത്വത്തിന് കൊടുത്തിട്ടുണ്ടെന്ന് എം എ ഷഹനാസ് പറയുന്നു. ഇന്നലെ നടി റിനി ആൻ ജോർജ് പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഇത്തരം പെൺവേട്ട കഥകൾ പണ്ടു മുതലേ കോൺഗ്രസിനുള്ളിൽ ചർച്ചയായിട്ടുണ്ട് എന്നാണ്. എന്തുകൊണ്ടാണ് ഈ കോൺഗ്രസ് പ്രസ്ഥാനം അന്നൊന്നും ഇയാളെ തിരുത്താത്തത്? കോൺഗ്രസിലെ തലമുതിർന്ന നേതാക്കളുണ്ടല്ലോ. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടം നിലത്ത് വീണപ്പോൾ അവനെ തൊഴിച്ചെറിഞ്ഞ് കുഴിച്ചു മൂടുന്ന ഈ നേതാക്കൾ എന്തുകൊണ്ട് മുൻപ് ഈ ചെറുപ്പക്കാരനെ തിരുത്തിയില്ല? എന്തുകൊണ്ട് ഈ ചെറുപ്പക്കാരന് വേണ്ട എല്ലാ ഒത്താശകളും അവർ ചെയ്തു കൊടുത്തു? എന്തിന് ചെറുപ്പക്കാരനെ തോളിലേറ്റി? ഈ ചോദ്യത്തിന് ഒരു ഉത്തരം മാത്രമേ നമുക്ക് കണ്ടെത്താൻ കഴിയൂ. രാഹുൽ മാങ്കൂട്ടത്തിന് മേൽ ഈ ആരോപിക്കപ്പെട്ടിരിക്കുന്ന കുറ്റകൃത്യങ്ങൾ അല്ലെങ്കിൽ പെൺവേട്ടകളുടെ ഒരു അംശമെങ്കിലും പേറുന്ന അനേകം നേതാക്കൾ ഈ കോൺഗ്രസ് പാർട്ടിയിലുണ്ട്. അപ്പോൾ പലർക്കും രാഹുലിനെ തിരുത്താൻ കഴിയുന്നില്ല. വീണവന് നേർക്ക് കല്ലെറിയാൻ എളുപ്പമാണ്. വീണവനെ ചവിട്ടി തേക്കാനും ചവിട്ടി ഒതുക്കാനും എളുപ്പമാണ്. ഇവിടെയാണ് മറ്റു നേതാക്കൾക്ക് തിരുത്താൻ കഴിയാത്തതിൻ്റെ ഭാവഭാരം അവർ ഉള്ളിൽ പേറുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിന് തന്നെ തൻ്റെ അടുത്ത സുഹൃത്തുക്കളോട് ഈ ആദ്യ ആരോപണം വന്നതിന് പിന്നാലെ പറഞ്ഞിരുന്നു, കോൺഗ്രസിലെ ഒട്ടുമിക്ക നേതാക്കൾക്ക് ഇത്തരം പരിപാടികളൊക്കെ ഉണ്ട്. അവരൊക്കെ ഇക്കാര്യങ്ങളിൽ വലിയ അഗ്രഗണ്യരാണ്. MLA ഹോസ്റ്റലിലൊക്കെ ചെന്നാൽ അതിൻ്റെ കഥകൾ കിട്ടും. അതിൽ കുറച്ച് വാസ്തവമുണ്ട്. ഇപ്പോൾ MLA ഹോസ്റ്റലിലൊക്കെ ചെന്നാൽ ഒരു കഥകിൻ്റെ മറവിൽ പോലും അവിടെ അനാശാസ്യം നടന്ന ഒത്തിരി കഥകൾ പറയാറുണ്ട്. അത് ചെറിയ നേതാക്കൾക്കൊന്നുമല്ല, പഴയ കാലത്തെ വലിയ വലിയ മന്ത്രിമാർക്ക്, വലിയ വലിയ നേതാക്കന്മാർക്ക്. അത് MLA ഹോസ്റ്റലിൽ മാത്രം ഒതുങ്ങുന്നില്ല. മന്ത്രിയുടെ ഓഫീസ് മുറികളിൽ, മന്ത്രിയുടെ മന്ത്രിമന്ദിരങ്ങളിൽ എല്ലായിടത്തും ഉണ്ടാവും. പക്ഷേ ഇവിടെ സംഭവിച്ചത് എന്താണ്? സമൂഹ മാധ്യമങ്ങളിൽ ഒരു താരമായി ഉയർന്നു വന്ന രാഹുലിനെതിരെ ഭയാനകമായ വിധത്തിൽ ചില വെളിപ്പെടുത്തലുകൾ, കഥകൾ, ചില ആരോപണങ്ങൾ, പരാതികൾ, ഇതെല്ലാം കൂടി ഒരുമിച്ച് കത്തുന്നു. ഒരുപാട് ശത്രുക്കളെ ഒരേ സമയം രാഹുൽ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരുന്നു. ഒന്ന് എടോ വിജയ എന്ന് വിളിച്ചതിൽ തുടങ്ങിയ ആ ശത്രുത, ഭരണകൂട തലവനെ. മറുവശത്ത് CPM കീഴിലുള്ള DYFI ഇയാൾ നേർക്കുനേർ പലപ്പോഴും വെല്ലുവിളിക്കാറുണ്ട്. അപ്പോൾ DYFI, മുഖ്യമന്ത്രി പിണറായി വിജയൻ തുടങ്ങിയ ഒട്ടനവധി ശത്രുക്കൾ തൻ്റെ രാഷ്ട്രീയ എതിർദിശയിൽ നിൽക്കുന്നു. കോൺഗ്രസിൽ ഒട്ടുമിക്ക നേതാക്കളും സോഷ്യൽ മീഡിയയിൽ ഒരു ഇടം കിട്ടണമെങ്കിൽ രാഹുലിൻ്റെ ആശ്രിതരാകണമെന്ന് നിലവന്നു. കാരണം സോഷ്യൽ മീഡിയയിലെ വലിയ ഒരു അജയ്യ ശക്തിയായി രാഹുൽ മാറി. മുതിർന്ന ഏതെങ്കിലും നേതാക്കൾ എന്തെങ്കിലും പറഞ്ഞാൽ അവരെ ആ സമയം തന്നെ സൈബർ വെട്ടുക്കിളികൾ വെട്ടി നിർത്തും. അതിൻ്റെ കലിപ്പ് രാഹുലിനോട് തുടക്കം തൊട്ടുണ്ട്. പിന്നെ രാഹുൽ ചെന്ന് നേരെ KCയുടെ ക്യാമ്പിൽ കയറി. അതോടെ KC, ഷാഫി, രാഹുൽ ഈ ത്രയത്തിലേക്ക് കേരളത്തിലെ കോൺഗ്രസ് ചെന്ന് പെടുമോ എന്ന് ചിലർ ഭയന്നു. അതും ഒരു വൈരാഗ്യത്തിനുള്ള കാരണമായി. പിന്നീട് രാഹുലിനെ ഒരുപക്ഷെ ഭർത്താവായി ആഗ്രഹിച്ച ഒട്ടനവധി സ്ത്രീകൾ ആ പ്രസ്ഥാനത്തിനുള്ളിൽ തന്നെ ഉണ്ടാവാം, പ്രസ്ഥാനത്തിന് പുറത്തും ഉണ്ടാകാം. കാരണം ഇയാൾ തികഞ്ഞ ഒരു പുരുഷനാണെന്ന് തെറ്റിദ്ധരിച്ച ഒരുപാട് സ്ത്രീകളുണ്ട്. അയാൾ അത് ചൂഷണം ചെയ്യുകയും ചെയ്തു. അപ്പോൾ അവരൊക്കെ ശത്രുക്കളായി മാറി. തനിക്ക് കിട്ടാത്ത മുന്തിരിങ്ങ പുളിക്കും എന്ന് കരുതുന്ന പോലെ നിരവധി സ്ത്രീ സുഹൃത്തുക്കൾ പിന്നീട് ശത്രുക്കളെ. ഒരു പെണ്ണ് ശത്രുവായ പിന്നെ പറയണ്ട, അവൻ അന്ത്യമാണ്. അപ്പോൾ അതുതന്നെയാണ് ഇവിടെ രാഹുലിന് സംഭവിച്ചത്. ഒരേ സമയം പല വഴികളിലൂടെ ഒരു ലൈംഗിക തൃപ്തിക്ക് വേണ്ടി ഇയാൾ പാഞ്ഞു എന്നതിനിപ്പോൾ നമുക്കും തെളിവുകളുണ്ട്. കാരണം ഇപ്പോൾ ഇരയെന്ന് പറയുന്ന ഈ യുവതി, പരാതി നൽകിയ യുവതിയെ
ഇയാൾ തന്നെ അങ്ങോട്ടേക്ക് ഗർഭിണിയാകാൻ നിർബന്ധിച്ചതിൻ്റെ സ്ക്രീൻഷോട്ടുകൾ നമ്മൾ കണ്ടു. അതിൻ്റെ പശ്ചാത്തലം എന്തോ ആകട്ടെ, ഇവർ തമ്മിലുള്ള ഏറ്റവും ഗാഢബന്ധത്തിൻ്റെ പ്രത്യക്ഷ തെളിവുകളായിരിക്കാമത്. പക്ഷേ ഇയാൾ ഒരിക്കലും മറ്റൊരാളുടെ ഭാര്യയായിരിക്കുമ്പോൾ ഒരു ഗർഭിണിയാക്കാം എന്ന ഓഫർ അങ്ങോട്ട് കൊടുക്കാൻ പാടില്ല. ഗർഭിണിയാക്കപ്പെട്ടതിന് ശേഷം ആ സ്ത്രീയിൽ സംഭവിച്ച മാനസിക മാറ്റങ്ങൾ, പ്രശ്നങ്ങൾ, ഇതിലെല്ലാം സത്യവും അസത്യവും ഉണ്ട്. ഇയാളുടെ ഒരു മാനസികാവസ്ഥ കൂടി പരിശോധിക്കുമ്പോൾ പെട്ടുപോയതായിരിക്കാം. പക്ഷേ പെട്ടുപോകുന്നതിലൊക്കെ കുറ്റകൃത്യത്തിൻ്റെ ഒരു വാസന കൂടി അടങ്ങിയിട്ടുണ്ട്. ആ കുറ്റകൃത്യത്തിലൂടെയാണ് അയാൾ ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് പകർന്നാടിയത്. അത് ബംഗളൂരു പരാതിയുടെ വാസ്തവം എന്തായാലും ഈ ഒരു ആരോപണം അന്തരീക്ഷത്തിൽ നിന്ന് ഉയർന്ന് അയാളെ കൊന്ന് അയാളെ വീഴ്ത്തിയിരിക്കുന്നു. ഇവിടെ നിന്ന് ഉയർത്തു വരാനുള്ളൊരു വാശി നമ്മൾ കണ്ടു. ആദ്യ ആരോപണ പർവ്വത്തിന് ശേഷം അയാൾ ഉയർന്നു വരാനുള്ളൊരു വലിയ വാശി, കുടുംബവാശി കാട്ടി. ആ വാശിയും ഇവിടെ തച്ചുടയ്ക്കപ്പെട്ടു. അയാളുടെ അത്യധിക ആഗ്രഹം അടുത്ത തവണ MLA ആയി ജയിച്ച് ഇതെല്ലാം എന്തെങ്കിലും ഒരിക്കൽ ആളുകൾ മറക്കുമെന്നുള്ളതായിരിക്കാം. പക്ഷെ അവിടെയും ഒരുപാട് വിലങ്ങുതടികൾ വരുന്നു. അതുകൊണ്ട് തന്നെ അയാളുടെ നിലനിൽപ്പ് പോലും അപകടത്തിലാകുന്നു എന്ന് മനസ്സിലാക്കുമ്പോൾ, അതുകൊണ്ടാണ് ഞാൻ ഈ ആത്മഹത്യ അയാൾ ചെയ്യുമോ എന്ന ഒരു ഭയം, വല്ലാത്ത ഭയം പ്രകടിപ്പിച്ചത്. അയാളെ തിരുത്താനും അയാളെ നേർവഴിക്ക് കൊണ്ടുവരാനും ഒരു സമൂഹ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ട ഒരു ഘട്ടത്തിലാണ്. അയാളെക്കുറിച്ച് അന്വേഷിക്കട്ടെ. അയാൾ വേറെ ഏതെങ്കിലും പീഡനങ്ങൾ നടത്തിയോ? ഈ ഒറ്റ ആരോപണം മാത്രമേ ഉള്ളൂ എങ്കിൽ ഒരു കാര്യം, ആരോപണം അനേക ആരോപണമുണ്ട്. മറ്റാരോപണങ്ങളൊന്നും പൊതുമണ്ഡലത്തിലേക്ക് വരുന്നില്ല. വെറും ആരോപണങ്ങളുടെ പുകമറകൾ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ പരാതി ഉന്നയിച്ചിരിക്കുന്ന ഈ സ്ത്രീയുടെ പരാതി കൃത്യമായി അന്വേഷിച്ച് അതിൽ രാഹുലിൻ്റെ ഭാഗം കൂടി കേട്ട് ഏതെങ്കിലുമൊക്കെ തലങ്ങളിൽ അയാൾക്ക് വീഴ്ച വന്നു എന്നതിനപ്പുറം അയാളൊരു വലിയ സെക്ഷലി പെർവേർട്ടഡ് അല്ലെങ്കിൽ എന്നേക്കുമായി അയാളെ കുഴിമുട്ടി മൂടേണ്ടതില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. മറിച്ച് ഇത്തരം നിരവധി പരാതിക്കാരും ഇത്തരം നിരവധി അനുഭവങ്ങളുള്ള സ്ത്രീകളും മുന്നോട്ട് വന്നാൽ തീർച്ചയായും അത് കത്തുന്ന തെളിവുകളാണ്. പിന്നീട് അയാൾക്ക് ഒരു എക്സ്ക്യൂസിനും അർഹതയില്ല. പൊതുമണ്ഡലത്തിൽ പ്രവർത്തിക്കാനുള്ള അർഹതയില്ല. അയാളെ ഒരു രാഷ്ട്രീയ ഇരുട്ടറയിലേക്ക് തള്ളിവിടണം. അതിലും ഒരു വ്യത്യാസവുമില്ല. പക്ഷെ ഇവിടെ ഏറെ കരുതലോടെ, വെറും പരിഹാസങ്ങളും ആക്ഷേപങ്ങൾക്കും അപ്പുറം വളരെ സൂക്ഷ്മതയോടെ പരിശോധിക്കേണ്ട ഒരു സമയമാണ്, കാലഘട്ടമാണ്. ആ ഒരു പരിണാമ പ്രക്രിയയാണ് ഇവിടെ നടക്കുന്നത്. നമുക്ക് കാത്തിരുന്ന് കാണണം. കാരണം ഇയാൾക്കിനി എന്താണ് സംഭവിക്കുന്നത്? ഇയാൾ ആത്മഹത്യ മാത്രമല്ല, ഒരു പക്ഷേ ഈ കസ്റ്റഡിയിൽ എടുക്കുന്ന ഘട്ടത്തിൽ പിന്നീട് ഒക്കെ വലിയ അപകടങ്ങൾക്കും കൊലപാതകങ്ങൾക്കും ഒക്കെയുള്ള സാധ്യതയുണ്ട്. കാരണം ഒരുപാട് ശത്രുക്കളുണ്ട്. അയാൾ ജീവിച്ചിരുന്നാൽ ചിലപ്പോൾ ഇയാൾ വെളിപ്പെടുത്താൻ പോകുന്ന കാര്യങ്ങൾ എന്താണ് എന്ന് ഭയക്കുന്നവരുണ്ടാകാം. കോൺഗ്രസ് പാർട്ടിയിൽ പോലും ഇയാളെ പേടിക്കുന്നവരുണ്ടാകാം. കാരണം ഒരുപാട് ഇയാളെ പ്രൊവോക്ക് ചെയ്തിരിക്കുന്നു. അത്രയേറെ ഒരു അഗ്നിപർവ്വതമായി മാറി നിൽക്കുകയാണ്. അയാൾ ഏറ്റവും ഒടുവിൽ പുറപ്പെടുവിക്കുന്ന പരാതിയിലും എന്തിന് അയാൾ കൊടുത്ത ജാമ്യാപേക്ഷയിൽ പോലും സ്വന്തം പാർട്ടിയെ ചേർത്ത് പിടിച്ചാണ് അയാളുടെ ഒരു പോരാട്ടം. ഇനി കോൺഗ്രസ് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയ രാഹുലായിരിക്കില്ല, രാഹുലിനുള്ളിൽ കയറിയിരിക്കുന്ന കോൺഗ്രസ്സാണ്. ഇനി കോൺഗ്രസ്സുകാർ വലിച്ചൂരി എടുക്കേണ്ടത് ഈ രാഹുലിൻ്റെ ഉള്ളിലിരിക്കുന്ന കോൺഗ്രസിനെയാണ്. രാഹുലിൻ്റെ ഉള്ളിൽ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ നിറയെ നമ്മൾ കാണുന്ന ചില രാഹുൽ അനുകൂല പ്രതികരണങ്ങളുണ്ട്. ഇതെല്ലാം രാഹുൽ ബ്രിഗേഡല്ല, ഇതെല്ലാം കോൺഗ്രസ്സുകാരുടെ ഒരു പ്രേതം രാഹുലിൻ്റെ ഉള്ളിൽ കയറിയിരിക്കുന്നതാണ്. അതിൽ നിന്ന് വലിച്ചൂരുക അത്ര എളുപ്പമല്ല. അത് കോൺഗ്രസ് പാർട്ടി വലിയ വില കൊടുക്കേണ്ടി വരും. അത് ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലടക്കം ഇതിന് വില കൊടുക്കേണ്ടി വരും. അക്കാര്യത്തിൽ ഒരു സംശയം വേണ്ട. എല്ലാം അവനെ വലിച്ചെറിഞ്ഞ് ഞങ്ങൾ കൈ കഴുകി ഇനി ഈ രക്തത്തിൽ ഞങ്ങൾക്ക് പങ്കില്ല എന്ന് പറഞ്ഞ് ഒഴിയാൻ ഒരു നിർവാഹവുമില്ല കോൺഗ്രസിന്. അത്ര എളുപ്പമല്ല. അതിന് കാരണം ഒരുപാട് ചോദ്യങ്ങൾ അവർക്ക് നേരെ ഉയരും. നിങ്ങൾ എന്തിനാ പാലക്കാട് സ്ഥാനാർത്ഥിയാക്കി? നിങ്ങൾ എന്തിന് ഇയാളെ ഇത്രയധികം മുൻപ് ചേർത്ത് പിടിച്ചു? നിങ്ങൾ എന്തിന് യൂത്ത് കോൺഗ്രസ് ഭാരവാഹിയാക്കി? MA ഷഹനാസിനെ പോലെയുള്ളവർ ഷാഫി പറമ്പലിൻ്റെ മുന്നിൽ പരാതികളുടെ ഒരു കൂമ്പാരം അഴിച്ചു വെച്ചപ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് പ്രതികരിച്ചില്ല? രാഹുലിനുമപ്പുറം പല നേതാക്കൾക്കും ഇത്തരം പെൺവേട്ടകളിൽ പങ്കുണ്ട് എന്ന് കോൺഗ്രസിലെ വനിതാ നേതാക്കൾ പറയുമ്പോൾ എന്തുകൊണ്ടത് ഗൗരവത്തോടെ എടുത്തില്ല? രാഹുൽ വീണുടഞ്ഞു കിടക്കുന്ന ഈ സന്ദർഭത്തിലും സമൂഹ മാധ്യമങ്ങളിൽ എത്ര സ്ത്രീകളാണ് ഇയാൾക്ക് വേണ്ടി പോസ്റ്റുകൾ ഇടുന്നത്? അതുകൊണ്ട് ഇയാളുടെ ഉള്ളിലുള്ള കോൺഗ്രസിനെ വലിച്ചൂരുക അത്ര എളുപ്പമല്ല. അതിൽ കോൺഗ്രസ് വിജയിച്ചാൽ ഒരുപക്ഷെ ആ പാർട്ടിയുടെ നിലനിൽപ്പിന് ഇപ്പോൾ സഹായകരമാകും. പക്ഷേ ഒരു വല്ലാത്ത പ്രഹേളികയായി മാറിയിരിക്കുന്നു ഈ രാഹുൽ പെൺവേട്ട.
ഇവിടെ രാഹുലിനെ പാർട്ടി തള്ളി പറഞ്ഞിരിക്കുന്നു. കൂടെയുള്ളവരിൽ പലരും തള്ളിപ്പറയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ആകെ ഇപ്പോൾ മുൻപിലുള്ളത് അയാൾക്കൊരു MLA കസേര മാത്രമാണ്. ആ MLA കസേരയ്ക്ക് ഇനി എത്ര ആയുസുണ്ട് എന്നുള്ളൊരു ചോദ്യമുണ്ട്. മറ്റൊരു കാര്യം, നമുക്കറിയാം ഈ ഇടയ്ക്കിടയ്ക്ക് പാലക്കാട് MLA ഇല്ലാത്തൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഷാഫി വടകരയിൽ മത്സരിക്കാൻ പോകുന്ന സമയത്തൊക്കെ തന്നെ. പിന്നീട് രാഹുൽ വീട്ടിൽ കയറി ഇരിക്കുന്ന ഒരു സമയത്ത് MLA ഇല്ലാത്ത അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത്തരം പ്രതിസന്ധികളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ കോൺഗ്രസിന്റെ നേതാക്കൾ പറയുന്നത് അയാളെ ഞങ്ങൾ പുറത്താക്കിയിട്ടുണ്ട്. MLA കസേരയുടെ കാര്യം ചോദിക്കുമ്പോൾ കൃത്യമായ ഒരു മറുപടി പറയാൻ കഴിയാത്തൊരു സാഹചര്യം. പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ അയാൾക്ക് ആ ഒരു കസേരയിൽ ഇനി തുടരാൻ സാധിക്കുമോ? അല്ല, MLA കസേര പോയിട്ട് ജീവിതത്തിൽ അയാൾ തുടരുമോ എന്ന ഭയം മൂലമാണ് നമ്മൾ നിൽക്കുന്നത്. MLA ഒന്നും അയാൾക്ക് ഇനി ഒരു പ്രശ്നമല്ല. അയാൾ രാജിവെച്ച് ഒഴിയുമോ എന്ന് നമുക്കറിയില്ല. പക്ഷെ അടുത്ത തവണ എന്തായാലും സ്ഥാനാർത്ഥിത്വം കിട്ടില്ല. ഈ ഒരു 3-4 മാസം കൊണ്ട് ഈ കേസും പ്രശ്നങ്ങളും തീരത്തില്ല. അല്ല, ഇതിന് മുൻപ് ഇതുപോലെയുള്ള സമാനമായ ആരോപണങ്ങൾ നേരിട്ടിട്ടുള്ള ആൾക്കാർ മന്ത്രിമാരായിരുന്നപ്പോൾ പോലും അവർ മന്ത്രിസ്ഥാനം രാജിവെച്ചിട്ട് MLA കസേര സംരക്ഷിച്ച ഒരു സാഹചര്യമുണ്ട്. കുഞ്ഞാലിക്കുട്ടിയും AK ശശീന്ദ്രനും ഒക്കെ. പക്ഷെ കുഞ്ഞാലിക്കുട്ടിക്കും ശശീന്ദ്രനും ഒക്കെ അവരുടെ പാർട്ടിയിൽ നിന്ന് വലിയ ഭിന്നതയുണ്ടായിട്ടില്ല. അവരൊന്നും പാർട്ടി വലിച്ചെറിഞ്ഞിട്ടില്ല, അവരുടെ മുന്നണി വലിച്ചെറിഞ്ഞിട്ടില്ല. കുഞ്ഞാലിക്കുട്ടിക്കെതിരെ അതിരൂക്ഷ ആരോപണങ്ങൾ ഉണ്ടാവുമ്പോഴും അന്നത്തെ UDF മുന്നണി അയാളെ ചേർത്ത് പിടിച്ചിരുന്നു. അയാൾ വളരെ നാണം കെട്ട, നമുക്കറിയാം എപ്പോഴും ഡൽഹിയിൽ നിന്നൊരു ഫ്ലൈറ്റ് വന്ന് തിരുവനന്തപുരത്ത് വന്നിറങ്ങുന്ന ഒരു കാഴ്ചയൊക്കെ. അന്നും UDF നേതാക്കൾ അയാളെ ചേർത്ത് പിടിക്കാൻ അയാളുടെ അടുക്കലേക്ക് ഓടിച്ചെല്ലാനൊക്കെ ശ്രമിച്ചിരുന്നു. ഇവിടെ അതല്ല സ്ഥിതി. ഇവിടെ രാഹുൽ ഒറ്റപ്പെട്ടു പോയി. രാഹുൽ തീർന്നു. രാഹുൽ വിഷയത്തിൽ ഇതാണ് ഇപ്പോൾ അയാളുടെ ഒരു മാനസിക നില എന്തായിരിക്കും എന്നുള്ള ഒരു ചോദ്യമുണ്ട്. കാരണം അധികാരം അയാളെ അത്ര കണ്ട് അയാളിൽ ഉറച്ചുപോയ ഒരു ഭ്രമവും കൂടിയാണ്. അപ്പോൾ അതിൽ നിന്ന് പെട്ടെന്ന് ഇത്ര വലിയ ഉന്നതികളിൽ ഇരുന്ന ഒരാൾ താഴേക്ക് പതിക്കുമ്പോഴുണ്ടാകുന്ന, അത് അംഗീകരിക്കാൻ കഴിയാത്ത ഒരു മനസ്സ് അയാൾക്കിപ്പോൾ ഉണ്ട്. അയാളെ വേട്ടയാടുന്നതും അത് തന്നെ ആയിരിക്കാം. അപ്പോൾ എത്രയും പെട്ടെന്ന് ഈ പറഞ്ഞതുപോലെ തന്നെ മറ്റൊരു രീതിയിലേക്ക് അയാൾ പോകാതിരിക്കാൻ എത്രയും പെട്ടെന്ന് അയാളുടെ അറസ്റ്റാണ് ഉണ്ടാകേണ്ടത്. അതിന്റെ കാര്യങ്ങൾ എന്തായാലും പോലീസിന് ഇപ്പോൾ കോടതിയിൽ നിന്ന് ഉത്തരവ് കിട്ടിയതുകൊണ്ട് അതിശക്തമായ ഒരു നീക്കത്തിലേക്ക് കടക്കുമെന്നുള്ളത് വ്യക്തമാണ്. എങ്കിലും അയാളുടെ ഭാഗവും കൂടി നമ്മൾ കേൾക്കേണ്ടതുണ്ട്. ഇപ്പോൾ നമ്മൾ അതിജീവിതമാരുടെ ഭാഗങ്ങൾ മാത്രമാണ് കേട്ടിട്ടുള്ളത്. അയാൾക്കും പറയാനുള്ളത് കേൾക്കണം. അപ്പോൾ അയാളെ എത്രയും പെട്ടെന്ന് അറസ്റ്റ് ചെയ്യട്ടെ എന്നുള്ളതാണ്. കൂടുതൽ ചർച്ചകളുമായി കാണാം. നമസ്കാരം.